അസ്സലാമു അലൈക്കും. കുറേ കാലത്തിന് ശേഷം ഞാൻ ഇന്നൊരു ഡിന്നർ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതായത് ബീഫ് ബർഗർ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബീഫിൻ്റെ മിൻസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഗാർലിക് മിൻസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക, ഉപ്പും കുരുമുളകും, പിന്നെ അതേപോലെ തന്നെ അണിയൻ്റെ പൗഡറും പിന്നെ പെപ്രിക്ക പൗഡർ. അണിയൻ പൗഡർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അത് ഒഴിവാക്കട്ടെ. വലിയ നിർബന്ധമുള്ള കാര്യമല്ല, നന്നായിട്ട് കുഴച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോരോ ബൗൾസ് ആക്കിയിട്ട് എടുക്കാം. ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിൻ്റെ ലിഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് ക്ലീൻ റാപ്പ് വെച്ചിട്ട് ഇതുപോലെ ചുറ്റി കൊടുക്കട്ടോ. ഇതിങ്ങനെ ചെയ്ത് വെച്ചെങ്കിൽ നമുക്ക് ഒരേ വെയിറ്റിൽ തന്നെ ഫ്രീസറിൽ ചെയ്ത് വെക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് നമുക്കൊരു ഡിന്നറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ എടുത്തിട്ട് വൈറ്റ് അണിയനാണ് ഞാൻ യൂഷ്വലി യൂസ് ചെയ്യാറ്. ഇതിലേക്ക് ഞാൻ മിക്സ്ഡ് ഹെർബും അതേപോലെ തന്നെ ബാൽസാമിക് വിനീഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരമലൈസ് ചെയ്ത ഓണിയൻ മാറ്റിയ പിന്നെ അതേ പാനിലേക്ക് തന്നെ കുറച്ച് ബട്ടർ ഇട്ടിട്ട് ബണ്ണും കൂടി കുറച്ചൊന്ന് ഇതാക്കിയിട്ടെടുക്കണം കേട്ടോ. പിന്നെ വീണ്ടും പാനിലേക്ക് ബട്ടർ ഇട്ടിട്ട് നമ്മുടെ ബീഫിൻ്റെ പാറ്റി, അതായത് ബർഗർ പാറ്റി ഇട്ട് കൊടുക്കാം. ബർഗർ പാറ്റി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുന്ന ബർഗർ പാറ്റി ഒരു 5 മിനിറ്റ്സ് മതി നമുക്ക് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ. അതിൻ്റെ ഇടയിൽ ഒരു ഗാർലിക്ക് ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് ഇടിച്ചിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകും നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് ആ റിയൽ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഇൻഫ്യൂസ് ചെയ്തിട്ട് വരാം. പിന്നെ മേലെ ചീസ് വെച്ചിട്ട് ചീസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ പാറ്റി ബർഗർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്മാഷ് ബർഗർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ അടിച്ചമർത്തിയ ബർഗർ കേട്ടോ. നമുക്ക് അടിച്ചമർത്താൻ വേറെ സാധനം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പാത്രം ഉപയോഗിച്ചത്. ഒരു ചട്ടി വെച്ചിട്ട് ഒന്ന് അടിച്ചമർത്തിയിട്ട് അതാണെങ്കിൽ 2 മിനിറ്റ്സ് കൊണ്ട് റെഡി ആവും കേട്ടോ. പിന്നെ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടെ ഗാർലിക് മയോ, പിന്നെ ലെറ്റസ്, പിന്നെ അതേപോലെ തന്നെ തക്കാളിയും, പിന്നെ നമ്മളെ ബർഗറിൻ്റെ പാറ്റി, അതിൻ്റെ മേലേക്ക് കുറച്ച് കാരമലൈസ് ചെയ്ത ഓണിയൻ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ടുള്ള ഹഡീസ് ടൈപ്പ് ബർഗർ റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയും.